സൂപ്പർ പവറോ? ഇന്ത്യയിൽ വന്ന് സെൻസർ ബോർഡിന്റെ കണ്ണുവെട്ടിച്ച് കിസ്സടിക്കാനുള്ള പവർ ഉണ്ടോ സക്കീർ ഭായിക്ക്? സൂപ്പർമാൻ ജെയിംസ് ഗൺ സംവിധാനം ചെയ്ത് ഡേവിഡ് കൊറിൻസ്വെറ്റ് നായകനായിട്ട് വന്ന ഈ ഹോളിവുഡ് സൂപ്പർ ഹീറോ മൂവിയെ കുറിച്ചാണ് ഇന്ന്. DC കോമിക്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ നായകനാക്കി വന്ന പടമാണ്. ഏറ്റവും അധികം ആൾക്കാർക്ക് നൊസ്റ്റാൾജിയ ഉള്ള ഒരു ക്യാരക്ടറുമായിരിക്കും. ഈ ക്യാരക്ടർ തന്നെ പല പടത്തിൽ പല വേർഷൻസിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഈ സിനിമ. സാധാരണ സൂപ്പർ ഹീറോ മൂവി പോലെയല്ല ഈ പടം എന്ന് പറയാം. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ സാധാരണ പടങ്ങൾ പോലെയല്ല. ഒരു ഫൈറ്റിന്റെ മിഡിലിൽ നിന്നാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് തന്നെ വെറൈറ്റി ആയിരുന്നു. അതുപോലെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഹീറോ അല്ല. കുറേയധികം ഭാഗങ്ങളിൽ പുള്ളി വളരെ വീക്കാണ്. ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളും ഉള്ള ഒരു സൂപ്പർ ഹീറോ എന്ന് പറയാം. കുറച്ച് ഓവർ വീക്ക് ആണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. നാളെ എന്താണ് സംഭവിക്കുക എന്ന് അറിയത്തില്ലാത്ത, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഫെയിൽ ആകുന്ന ഒരു സാധാരണ ഹ്യൂമൻ ബീങ്. എന്നാൽ സൂപ്പർ പവേഴ്സ് ഉണ്ട് താനും. അതിനൊരു എക്സ്പ്ലനേഷൻ ഒക്കെ അവസാനം സൂപ്പർമാൻ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ദൗർബല്യമൊക്കെയാണ് ഈ സൂപ്പർമാൻ ഫിലിമിനെ വേറിട്ട് നിർത്തുന്നത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ നമ്മുടെ ഒരു അംശമുള്ള ഒരു സൂപ്പർ ഹീറോ. ആ ക്യാരക്ടറൈസേഷൻ സ്റ്റൈൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാ സൂപ്പർമാൻ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. 78 റിലീസായ സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടം കൊച്ചിലെ കണ്ടതാണ്. പിന്നെ ഈയിടെ വീണ്ടും ഒന്നുകൂടെ കണ്ടായിരുന്നു. പിന്നെ അതുപോലെ 2013 മാൻ ഓഫ് സ്റ്റീൽ, നമ്മുടെ ഹെൻറി കാവിൽ നായകനായിട്ട് വന്ന പടം. ഈ 2 പടങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പേഴ്സണലി എനിക്ക് ഏറ്റവും സത്യസന്ധമായ ഒരു സൂപ്പർമാൻ ഫിലിം എന്ന് തോന്നിയത് 78ലേതാണ്. ഇപ്പൊ കാണുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. പഴയ പടമല്ലേ. അത് കോമിക്കുമായിട്ട് അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സൂപ്പർമാൻ ക്യാരക്ടറായിട്ട് വന്നതിൽ ആക്ടേഴ്സിൽ നമ്മുടെ ഹെൻറി കാവിലിനെ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പുള്ളിയുടെ ആ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു സൂപ്പർമാൻ. പക്ഷെ ആ പടത്തിന്റെ കുഴപ്പം ഒരുപാട് സിനിമാറ്റിക് ലിബർട്ടി എടുത്തവര് അതിന്റെ ഒരു തനിമ കുറച്ച് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. കോമിക്കുമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ. പക്ഷെ ഇതിൽ കുറച്ചുകൂടി ഓൾഡ് കോമിക്സുമായിട്ട് ബ്ലെൻഡ് ആയ രീതിയിലാണ് ചലച്ചിത്രാവിഷ്കാരം എന്ന് പറയാം. അതേസമയം മോഡേൺ വേൾഡിലേക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗും ആണ്. സൂപ്പർമാനും ലൂയിസും തമ്മിലുള്ള ബന്ധമൊക്കെ ഇതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൂപ്പർമാന്റെ അച്ഛൻ അമ്മ ക്യാരക്ടേഴ്സിനെ മറ്റു പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആൻഡ് കുറച്ച് ക്ലീഷേ ബ്രേക്കിംഗ് ആയിരുന്നു. സൂപ്പർമാനായിട്ട് ഡേവിഡ് കൊറിൻസ്വെറ്റ് നൈസ് പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ പുള്ളി നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ സീക്വൻസുകളിലും സൂപ്പർമാന്റെ ക്യാരക്ടറൈസേഷനും കുറച്ച് മിതത്വം പാലിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. പെർഫോമൻസും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. വളരെ റിയൽ ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രകടനമായിട്ട് തോന്നി. നന്നായിട്ടുണ്ടായിരുന്നു. ലൂയിസ് ആയിട്ട് റേച്ചൽ ബ്രോസിൻഹാനും നൈസ് ആണ്. മാൻ ഓഫ് സ്റ്റീലിലില്ല, പക്ഷെ 78ലുള്ള സൂപ്പർമാനിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ലെക്സ് ലൂതർ. വേറെ സിനിമകളിൽ കാണുമായിരിക്കും. ആ റോള് ഇതിൽ ചെയ്തിരിക്കുന്നത് നിക്കോളാസ് ഹോൾട്ട് ആണ്. നൈസ് ആയിട്ടുണ്ട്. സൂപ്പർമാനൊപ്പം തന്നെ എടുത്തു പറയണം ഇതിലെ സൂപ്പർ ഡോഗായ ക്രിപ്റ്റോ എന്ന പട്ടിക്കുട്ടിയുടെ ക്യാരക്ടർ. തുടക്കം മുതൽ ഒടുക്കം വരെ ആ ക്യാരക്ടർ ഉണ്ട്. നമുക്ക് അവനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അവനൊന്നും സംഭവിക്കില്ലേ എന്നൊരു ഫീൽ ഉണ്ടാകും. പിന്നെ ഇതിലെ ജസ്റ്റിസ് ഗ്യാങ് മെമ്പേഴ്സ് കൊള്ളാമായിരുന്നു. പ്രത്യേകിച്ച് മിസ്റ്റർ ടെർഫിക്, ഗ്രീൻ ലാന്റേൺ എന്നിവര്. പക്ഷെ ഹോക്ക് ഗേളും അതുപോലെ വില്ലന്റെ കാമുകയും കുറച്ച് ക്രിഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടെക്നിക്കലി പടം ബ്രില്യന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് VFX ഒക്കെ കിടുവായിരുന്നു. ക്യാമറ എഡിറ്റിംഗ് സ്കോർ ഒക്കെ നല്ലതാണ്. ഞാൻ 3Dയിലാണ് പടം കണ്ടത്. 3Dയും നല്ല എഫക്റ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. $350 മില്യൺ, അതായത് ഏകദേശം 2500 കോടി ഇന്ത്യൻ റുപ്പി ഈ പടത്തിന്റെ ബഡ്ജറ്റ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന്റെ ഒരു പൊലിമ പടത്തിന് കാണാനുണ്ട് കേട്ടോ. ആക്ഷൻ സീക്വൻസുകളൊക്കെ അതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുന്നത്, ആ റിഫ്റ്റിന്റെ സീക്വൻസുകൾ, പിന്നെ പോക്കറ്റ് യൂണിവേഴ്സിന്റെ പോർഷൻസ് ഒക്കെ നല്ല വിഷ്വൽ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇതിൽ സൂപ്പർമാൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സാധാരണ മനുഷ്യത്വം കൂടുതലുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഓവറായിട്ട് പവർ യൂസ് ചെയ്യാതെ, ഓവർ അഗ്രസീവ് ആകാതെ കുറച്ചൊക്കെ ദുർബലനായിട്ട് മാറുന്നത് മിക്കവർക്കും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട്. ഇയാൾ സൂപ്പർമാൻ ആയിട്ട് വീക്ക് ആണല്ലോ, വീക്ക് മാൻ ആണല്ലോ എന്ന തോന്നൽ ഉണ്ടായേക്കാം. പിന്നെ ഒരു ഹെവി ഇമോഷണൽ ഇമ്പാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മൊത്തത്തിൽ ഒരു നല്ല കുറച്ച് റിയലിസ്റ്റിക് എലമെന്റ്സ് ഒക്കെ കൂടിയുള്ള ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് സൂപ്പർമാൻ. DC ചാപ്റ്റർ 1ലെ ആദ്യത്തെ പടമാണ്. സ്റ്റാർട്ടിംഗ് തന്നെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കിടിലൻ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഇതുവഴി വഴി തുറക്കും എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് പടം പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം ഒരു തിയേറ്റർ വാച്ച് മെറ്റീരിയൽ തന്നെയാണ്. ഞാൻ IMAX-ലൊന്നുമല്ല കണ്ടത്. ഞങ്ങളുടെ അടുത്തൊന്നും IMAX ഇല്ല. ഞാൻ 3Dയിലാണ് കണ്ടത്. പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ 4K അറ്റ്മോസിലാണ് കണ്ടത്. IMAX കാണാൻ സാധിക്കുന്നവർക്ക് അതിൽ തന്നെ കാണുക. അതല്ലെങ്കിൽ നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റിയുള്ള ഏതെങ്കിലും തിയേറ്ററിൽ കാണുക. 18+ ഒന്നുമല്ല പടം. കുട്ടികൾക്കും കാണാവുന്നതാണ്. അവർക്ക് ഇഷ്ടപ്പെടും. 2 മണിക്കൂർ 17 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ ഏത് സൂപ്പർമാൻ ആണെങ്കിലും കൊള്ളാം. മറ്റേ കിസ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ ഇന്ത്യയിൽ നടപ്പില്ല കേട്ടോ. ഇവിടെ ഞങ്ങളുടെ അയൽവക്കത്തെ അങ്കിൾ ആന്റി CCTV ഒക്കെ പോലെ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡ് അഥവാ സദാചാര ബോർഡ് അഥവാ ദേവസ്വം ബോർഡ്, അങ്ങനെ എന്തോ ആണ്. 10ാം നൂറ്റാണ്ടിലുള്ള കുറച്ച് പേരെ ഞങ്ങളോട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കിസിംഗ് സീനൊക്കെ അവരങ്ങ് കട്ട് ചെയ്ത് വിടും. വെള്ളത്തിലിറക്കല് കേട്ടാ. സൂപ്പർമാൻ ആണെന്ന് പറഞ്ഞ് പിള്ളേരെ വഴി തെറ്റിക്കാൻ ഇറങ്ങിയേക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.